ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക പുരുഷന്മാരുടെയും മനസ്സിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു ചോദ്യമാണ് അവരുടെ ലിംഗത്തിന് വേണ്ടത്ര നീളമുണ്ടോ എന്നുള്ള തോന്നൽ. ഇതിൻ്റെ അടുക്കൽ കൺസൾട്ടേഷന് വരുന്ന പുരുഷന്മാർ പതിവായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ്. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഇത്രയധികം ആശങ്കകൾ ലിംഗവലിപ്പത്തെ പറ്റി ഉണ്ടാകുന്നത്? നിങ്ങളുടെ ഈ ഒരു കാഴ്ചപ്പാട് മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ ലിംഗങ്ങൾ രണ്ട് തരത്തിലുണ്ട് എന്നുള്ള സത്യം? ഒന്ന്, കാഴ്ചയിൽ ചെറുതെന്ന് തോന്നിക്കുന്ന ലിംഗങ്ങളും, രണ്ട്, കാഴ്ചയിൽ വലുതെന്ന് തോന്നിക്കുന്ന ലിംഗങ്ങളും. എന്താണ് ഈ രണ്ട് ലിംഗങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം? ഈ ലിംഗങ്ങളുടെ ഉദ്ധാരണാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണത്. എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഉദാഹരണത്തിന്, കാഴ്ചയിൽ ചെറുതെന്ന് തോന്നുന്ന ലിംഗങ്ങൾ അതിൻ്റെ ഉദ്ധാരണാവസ്ഥയിൽ വളരെ പ്രകടമായിട്ടുള്ള ഒരു വർധന ഉണ്ടാകും, അതിൻ്റെ നീളത്തിലും വണ്ണത്തിലുമൊക്കെ. എന്നാൽ കാഴ്ചയിൽ വലുതെന്ന് തോന്നിക്കുന്ന ലിംഗങ്ങൾ അതിൻ്റെ ഉദ്ധാരണാവസ്ഥയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ഈ ലിംഗങ്ങളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഗ്രോവേഴ്സ് ആൻഡ് ഷോവേഴ്സ്. ഈ ഒരു പ്രതിഭാസത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ, ഈ ലിംഗം എന്ന് പറയുന്നത് നിങ്ങളുടെ വിരലടയാളം പോലെ വളരെ യുണീക്കാണ്. അത് എല്ലാവരുടെയും വ്യത്യസ്തമായിരിക്കും എന്ന് സാരം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. നിങ്ങൾക്ക് ഈ ഒരു സത്യം ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യത്യാസം നേരിട്ട് കാണണം. നിങ്ങൾ മെഡിക്കൽ സയൻസ് പഠിച്ച ഒരു യൂറോളജിസ്റ്റ് ആകാത്തിടത്തോളം കാലം അതിന് സാധ്യമല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ലിംഗങ്ങളുടെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലിംഗത്തിൻ്റെ വലുപ്പത്തെ വിലയിരുത്തും. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ലിംഗങ്ങൾ എന്ന് പറയുന്നത് പോൺ സിനിമകളിൽ കാണിക്കുന്ന ലിംഗങ്ങളാണ്. പക്ഷേ പോൺ സിനിമയ്ക്ക് ആവശ്യം കാഴ്ചയിൽ വലിയ ലിംഗങ്ങളുള്ള പുരുഷന്മാരെ മാത്രമാണ്. കാരണം എങ്കിൽ മാത്രമേ അത് ക്യാമറയ്ക്ക് മുമ്പിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഏത് ആംഗിളിൽ നിന്നും ഷൂട്ട് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ലിംഗവലിപ്പം താരതമ്യം ചെയ്യുന്നത് ശരാശരിയിൽ കൂടുതൽ ലിംഗവലിപ്പമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 1% താഴെ മാത്രം ഉള്ള പുരുഷന്മാരുടെ ലിംഗവലിപ്പവുമായിട്ടാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ലിംഗവലിപ്പം താരതമ്യം ചെയ്യുമ്പോൾ കോംപ്ലക്സ് അടിക്കുകയും അപകർഷതാബോധം തോന്നിക്കുകയും ഒക്കെ ചെയ്യും. ഇതാണ് ലിംഗവലിപ്പത്തെ പറ്റി ആവലാതിപ്പെടുന്ന പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ സത്യം. ഈ പോൺ സിനിമകളിൽ അഭിനയിക്കുന്ന നടന്മാർ എങ്ങനെയാണ് അവർക്കുള്ള ലിംഗവലിപ്പത്തെക്കാട്ടിൽ കൂടുതൽ തോന്നിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. പഠനങ്ങൾ പ്രകാരം ഏകദേശം 45% പുരുഷന്മാരും ചിന്തിക്കുന്നത് അവരുടെ ലിംഗത്തിന് മതിയായ വലിപ്പമില്ല എന്നാണ്. എന്നാൽ സത്യത്തിൽ ബഹുഭൂരിഭാഗം പുരുഷന്മാരുടെ ലിംഗത്തിനും ശരാശരി വലിപ്പം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്താണ് ഈ ശരാശരി ലിംഗവലിപ്പം എന്ന് പറയുന്നത്? ഉദ്ധാരണത്തിൽ 4.5 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ. ഇത് ലോകമെമ്പാടുമുള്ള പുരുഷന്മാരുടെ ആവറേജ് സൈസ് ആയിട്ടാണ് പറയപ്പെടുന്നത്. ഞാൻ ഈ പറയപ്പെടുന്നത് എന്ന് പറയാനുള്ള പ്രധാന കാരണം ഈ ലിംഗത്തിൻ്റെ വലിപ്പം അളക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പുരുഷന്മാരോട് അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം സ്വയം അളന്നിട്ട് രേഖപ്പെടുത്താൻ പറയുകയാണെങ്കിൽ എത്ര പേര് സത്യം പറയും എന്നുള്ള കാര്യം. പറയുന്നവർ തന്നെ 1-2 ഇഞ്ച് കൂട്ടിയിട്ടേ പറയത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇതുവരെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ശരാശരി ലിംഗവലിപ്പം എന്ന് പറയുന്നത് ഉദ്ധാരണത്തിൽ ലിംഗത്തിൻ്റെ അടിഭാഗം മുതൽ അഗ്രഭാഗം വരെ അളക്കുകയാണെങ്കിൽ ഏകദേശം 4.5 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ ആയിരിക്കും എന്നാണ്. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ബഹുഭൂരിഭാഗം പുരുഷന്മാർക്കും ഈ ഒരു ലിംഗവലിപ്പം ഉള്ളവരാണ്. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ പോൺ സിനിമകളിലെ ലിംഗങ്ങളുമായിട്ടുള്ള ഒരു താരതമ്യം കാരണം അവരുടെ ലിംഗത്തിന് മതിയായ നീളവും വലിപ്പവും ഒന്നുമില്ല എന്ന് തോന്നിക്കുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി മരുന്ന് കഴിച്ചും സർജറി ചെയ്തുമൊക്കെ വലിപ്പം കൂട്ടുവാൻ ചിന്തിക്കുകയും ഒക്കെ ചെയ്യും. ഇത് സത്യത്തിൽ വളരെ അപകടം പിടിച്ച ഒരു ചിന്താഗതിയാണ്. കാരണം ഇത് സാധ്യമല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് വഴി പലപ്പോഴും അവരുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണ ശേഷി തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു അപകടവുമുണ്ട്. ഈ ലിംഗവലിപ്പത്തെ പറ്റിയുള്ള പുരുഷന്മാരുടെ ആശങ്കകളുടെ കാര്യത്തിലും ഈ ബഹുഭൂരിഭാഗം ലൈംഗിക പ്രശ്നങ്ങളുടെയും കാര്യം പറഞ്ഞതുപോലെ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് മരുന്നുകളല്ല, ശരിയായ അറിവും നിങ്ങളുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറ്റുവാൻ സഹായിക്കുന്ന സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൺസൾട്ടേഷനും മാത്രം മതി. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സേവനം നൽകുവാൻ അവർക്ക് സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് മരുന്നുകളൊന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുരുഷന്മാർക്ക് പൊതുവേ ഉള്ള ഒരു ചിന്ത സ്ത്രീകൾക്ക് വലിയ ലിംഗങ്ങളുള്ള പുരുഷന്മാരോടാണ് കൂടുതൽ താല്പര്യം എന്നാണ്. അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ബഹുഭൂരിഭാഗം സ്ത്രീകൾക്കും വേണ്ടത് നമ്മൾ ഈ പറഞ്ഞ ആവറേജ് സൈസാണ്.
അതിന് തക്കതായ കാരണവുമുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ലൈംഗിക ഉത്തേജനം ഉണർത്തുന്ന നെർവ് എൻഡിങ്സുകൾ സ്ഥിതി ചെയ്യുന്നത് യോനിയുടെ ആദ്യത്തെ 1 മുതൽ 2.5 ഇഞ്ചിന് ഉള്ളിൽ മാത്രമാണ്. അപ്പോൾ ഈ 1 മുതൽ 2.5 ഇഞ്ച് വരെ ആഴമുള്ള ആ യോനിയുടെ പ്രദേശത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന വലിപ്പമുള്ള ഒരു ലിംഗം മതി സത്യത്തിൽ പുരുഷന്മാർക്ക്. അതുകൊണ്ടാണ് ഒരു ലൈംഗിക ബന്ധത്തിൽ പല സ്ത്രീകളും ലിംഗത്തിന്റെ നീളത്തെക്കാട്ടിൽ കൂടുതൽ വണ്ണത്തിന് പ്രാധാന്യം നൽകുന്നത്. കാരണം വണ്ണമുള്ള ലിംഗങ്ങൾക്ക് ആ യോനിയുടെ തുടക്കത്തിലുള്ള നെർവ് എൻഡിങ്സുകളെ കൂടുതൽ ഉത്തേജിപ്പിക്കുവാൻ സാധിക്കും. ഈ ലിംഗത്തിന്റെ വണ്ണം എങ്ങനെ സുരക്ഷിതമായിട്ട് കൂട്ടാം എന്നതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. യോനിക്കുള്ളിൽ ഏറ്റവും വികാരമുണർത്തുന്ന നെർവ് എൻഡിങ്സുകൾ സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ 2.5 ഇഞ്ചിനുള്ളിൽ മാത്രമാണ് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് സ്ത്രീകൾ സ്വയംഭോഗത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഫിംഗറിങ്ങും ഈ ജി സ്പോട്ട് എന്ന് വിളിക്കുന്ന ജി സോണിന്റെ ഉത്തേജനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വിരലുകൾ കൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന ടെക്നിക്കും. ചില സ്ത്രീകൾക്ക് ഈ രതിമൂർച്ചയിൽ ഉണ്ടാകുന്ന സ്ക്വിർട്ടിങ്ങും ഈ ഒരു ടെക്നിക്കിലൂടെ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഫിംഗറിങ്ങിനും സ്ക്വിർട്ടിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന വിരലുകളുടെ നീളം എന്ന് പറയുന്നത് 2 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ അധികം നീളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. മാത്രവുമല്ല വലിയ നീളമുള്ള ലിംഗം ഒരു സ്ത്രീയുടെ സെർവിക്സ് എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ഗർഭാശയമുഖം എന്ന് പറയുന്ന ഭാഗത്ത് സ്പർശിക്കുകയും അത് അസ്വസ്ഥതയും വേദനയും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ലിംഗവലിപ്പത്തെപ്പറ്റി പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങൾ. ഇതേ സംശയം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.